തലശ്ശേരി മാഹി ബൈപ്പാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാടിന് സമർപ്പിക്കും. വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഉദ്ഘാടനം. മുഴപ്പിലങ്ങാട് മുതൽ അഴിയൂർ വരെ 18.6 കിലോമീറ്റർ ദൂരത്തിലാണ് പുതിയ ബൈപ്പാസ്. ഉദ്ഘാടനത്തിന് മുൻപ് ഇന്ന് രാവിലെ മുതൽ ടോൾ പിരിച്ചു തുടങ്ങി. ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പോര്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നേതാക്കൾ റോഡ് ഷോ നടത്തും. ബൈപ്പാസിലൂടെ മന്ത്രി മുഹമ്മദ് റിയാസും സ്പീക്കർ AN ഷംസീറും ഡബിൾ ഡക്കർ ബസ്സിൽ യാത്ര ചെയ്യും. ദേശീയപാതാ വികസനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ മായ്ച്ചു കളയാൻ കഴിയില്ലെന്ന് മുഹമ്മദ് റിയാസ്. എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയല്ല ഞങ്ങൾ വികസന പ്രവർത്തനം നടത്തുന്നത്. BJPയുടെ അനിഷേധ്യ നേതാവ് കൂടിയായ മന്ത്രിയാണ്. അദ്ദേഹം പാർലമെന്റ് പറഞ്ഞു സംസ്ഥാന സർക്കാർ പണം തന്നിട്ടുണ്ട്. അപ്പോൾ അതുവരെയും പറഞ്ഞവർ യഥാർത്ഥത്തിൽ മാപ്പ് പറയുകയല്ലേ ചെയ്യേണ്ടത്? പുള്ളിമാന്റെ പുള്ളി തേച്ച് മാറ്റി കളഞ്ഞാലും പോകില്ല എന്നുള്ളതുപോലെ ദേശീയപാതാ വികസനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ എത്ര തേച്ച് മാറ്റി കളയാൻ നോക്കിയാലും അത് മായില്ല. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, എപ്പോഴാണ് ഈ ഉദ്ഘാടന ചടങ്ങ്? കൂടാതെ ഇതിലിപ്പോൾ രാഷ്ട്രീയ പോരും കടുക്കുകയാണോ? വേണു, 11:30-ക്കാണ് ഉദ്ഘാടന ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ഓൺലൈൻ മുഖേന വീഡിയോ കോൺഫറൻസ് വഴിയാണ് തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ഇവിടെ ചോനാടത്ത് ദേശീയപാതയിൽ തന്നെ പ്രത്യേക വേദി ക്രമീകരിച്ചിട്ടുണ്ട്. ആ വേദിയിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും സ്പീക്കർ AN ഷംസീറും അടക്കമുള്ളവർ നേരിട്ട് പങ്കെടുക്കും. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും വീഡിയോ കോൺഫറൻസ് വഴിയായിരിക്കും പങ്കെടുക്കുക. ഉദ്ഘാടന ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് 11:30-ക്കാണ്. പക്ഷേ രാവിലെ 8 മണിക്ക് മുതൽ തന്നെ ഇവിടെ ടോൾ പിരിവ് ആരംഭിച്ചു. ചെറിയ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായതൊഴിച്ചാൽ കാര്യമായ പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ല. അതായത് ഫാസ്ടാഗ് ഇല്ലെങ്കിൽ ഇരട്ടി തുകയാണ്. അതായത് 65 രൂപയാണ് കാറിനെങ്കിൽ അത് ഫാസ്ടാഗ് ഇല്ലാത്ത പക്ഷം നേരിട്ട് നിങ്ങൾ പണമായി കൊടുക്കുകയാണെങ്കിൽ 130 രൂപ കൊടുക്കണം. അതിനെ ചൊല്ലിയുള്ള ചില തർക്കങ്ങളൊക്കെയാണ്. 18.6 കിലോമീറ്റർ ദൂരത്തിലാണ് 77-ൽ പദ്ധതി തുടങ്ങിയതാണ്. ഈ സ്ഥലമേറ്റെടുപ്പ് തുടങ്ങിയതാണ് 2018-ൽ പൂർത്തീകരിച്ചത്. അതായത് ഏതാണ്ട് ഒരു അരനൂറ്റാണ്ട് കാലം 46 വർഷത്തിലധികം എടുത്തു പദ്ധതി പൂർത്തീകരിക്കാൻ. അത്രയും നീണ്ട ഒരു കാത്തിരിപ്പുണ്ട്. ഇതിനിടെയാണ് ഈ പദ്ധതി സംബന്ധിച്ചുള്ള അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് മുന്നണികളൊക്കെ ഇതിനകം സജീവമായി രംഗത്തുണ്ട്. BJP നേതാക്കളൊരു പ്രത്യേക റോഡ് ഷോ, ഇത് കേന്ദ്ര പദ്ധതി എന്ന നിലയ്ക്ക് സംസ്ഥാനത്തിനൊരു സമ്മാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചാരണം BJPയുടെ ഭാഗത്തു നിന്നുണ്ട്. BJP നേതാക്കളുടെ റോഡ് ഷോ അല്പസമയത്തിനകം തന്നെ ഈ ഉദ്ഘാടനം നടന്നതിന് തൊട്ട് പിന്നാലെ ഈ പാതയിലൂടെ 18 കിലോമീറ്ററിലും സഞ്ചരിച്ചുകൊണ്ടുള്ളൊരു റോഡ് ഷോ എന്ന നിലയ്ക്ക് അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ഉദ്ഘാടനം പൂർത്തീകരിച്ചതിന് ശേഷം ഇവിടെ ഈ ഉള്ള ചോനാടത്തൊരുക്കിയ വേദിയിലെ ഉദ്ഘാടന ചടങ്ങ് പൂർത്തീകരിച്ചാലുടൻ മന്ത്രിയും സ്പീക്കറും, അതായത് മന്ത്രി മുഹമ്മദ് റിയാസും സ്പീക്കറും ഡബിൾ ഡക്കർ ബസ്സിൽ പാതയിലൂടെ യാത്ര ചെയ്യും. അത് സംബന്ധിച്ചുള്ള ക്രെഡിറ്റ് എടുക്കൽ അവകാശവാദങ്ങൾ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതായത് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടും പിന്നീട് മുടങ്ങിക്കിടന്ന പദ്ധതി 2018-ൽ ജീവൻ വെപ്പിച്ചതുമൊക്കെ സംസ്ഥാന സർക്കാരാണ് എന്ന അവകാശവാദം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളവുമുണ്ട്. എന്തുതന്നെയായാലും ഒരു 1543 കോടി രൂപയുടെ വിപുലമായൊരു പദ്ധതിയാണ്. ദേശീയപാതയുടെ ഒരു റീച്ചിൻ്റെ ഭാഗം കൂടിയാണ്. ഇവിടുത്തെ ടോൾ അടക്കം ദേശീയപാത വരുമ്പോൾ അതിൻ്റെ ഭാഗമായി മാറും എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. 45 മീറ്ററിൽ 6 വരി പാതയാണ്. 4 വലിയ പാലങ്ങളും 21 അടിപ്പാതകളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് മുതൽ 2 ജില്ലകളെ ഇത് സ്പർശിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെയാണ്. ഇതിനിടയിൽ തലശ്ശേരി മാഹി നഗരങ്ങളിലെ കുരുക്കിനെ തൊടാതെ സഞ്ചരിക്കാൻ കഴിയും എന്നാണ് ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷതയായി എടുത്തു പറയേണ്ടത്. ഇതിൽ പക്ഷേ സാധാരണഗതിയിൽ 60 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഒരു ടോൾ ഉണ്ടാവുക. ഇവിടെ പക്ഷേ ഈ 18.6 കിലോമീറ്റർ ദൂരത്തിലേക്ക് ഒരു ടോൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് പക്ഷേ ദേശീയപാത ഇവിടെ പണി പൂർത്തീകരിക്കപ്പെടുമ്പോൾ അത് 60 കിലോമീറ്ററിൽ തന്നെ നിജപ്പെടുത്താൻ കഴിയും എന്നതാണ്. അതായത് അത് ടെമ്പററി ആയ ഒരു സംവിധാനമാണ്. പിരിവ് അതിൻ്റെ മുറയ്ക്ക് നടക്കുന്നുണ്ട്. ടോൾ പിരിവാണല്ലോ പ്രധാനം, അതിൻ്റെ മുറയ്ക്ക് നടക്കുന്നുണ്ട്. ആളുകൾക്ക് അതിൽ സംബന്ധിച്ച് മലബാറിൽ പക്ഷേ ഈ ഫാസ്ടാഗ് എല്ലാവരും കൃത്യമായി ഇവിടെ കാര്യമായി ടോൾ നൽകി യാത്ര ചെയ്യേണ്ട സാഹചര്യം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ പലരും ഈ ഫാസ്ടാഗ് ചാർജ് ചെയ്യാത്തവരോ ഉപയോഗിക്കാത്തവരോ ഒക്കെയുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് പക്ഷേ ഇവിടെ ഇരട്ടി തുക നൽകണം. അത് സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അതേതെങ്കിലും തർക്കത്തിലേക്കൊക്കെ പോകാതിരിക്കാൻ പാത തുടങ്ങിയ ഈ യാത്ര നേരത്തെ ട്രയൽ റൺ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ടോൾ പിരിവ് ഉണ്ടായിരുന്നില്ല. ട്രയൽ റൺ അനുവദിച്ച സമയത്ത് ആളുകൾ യാത്ര ചെയ്തിരുന്നു. അതുകൊണ്ട് ടോൾ പിരിവിൻ്റെ പേരിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് മുന്നണികളുടെ അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ, അത് ഇരു മുന്നണികളും LDFും BJPയും NDAയും ഒക്കെ ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദ്ഘാടനം 11:30-ക്ക് പ്രധാനമന്ത്രി നിർവഹിക്കുകയും ചെയ്യും. ശരി, മാഹി ബൈപ്പാസിന്റെ ഉദ്ഘാടനം 11:30-ക്ക് പ്രധാനമന്ത്രി നിർവഹിക്കും. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.